ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ച ഒരു മിനാരമാണിത്. പേര് കുത്തുബ് മിനാർ. അദ്ദേഹമാണ് ഇതിന്റെ ആദ്യ നിലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് എങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം ഈ മിനാരത്തിന്റെ പണി പൂർത്തിയാക്കിയത് സുൽത്താൻ ഇൽത്തുമിഷാണ്. മിനാരത്തിന്റെ പണി തുടങ്ങിയത് 1199, പണി പൂർത്തീകരിച്ചത് 1229. ഇസ്ലാമിക വാസ്തുകലയിലെ 8 മട്ടക്കോണുകളും 8 ചാപങ്ങളും ചേർന്നതാണ് മിനാറുകളുടെ അസ്ഥിവാര രൂപരേഖ. ഇത്തരത്തിലുള്ള വാസ്തുവിദ്യയാണ് കുത്തുബ് മിനാറിന്റെ കാര്യത്തിലും ഉപയോഗിച്ചിരുന്നത് എങ്കിലും കോണുകളുടെയും ചാപങ്ങളുടെയും എണ്ണം 12 വീതമാണ്. ആധുനിക നിർമ്മിതികളിൽ ഒന്നായ മലേഷ്യയിലെ പെട്രോണസ് ഗോപുരങ്ങളും ഈ വാസ്തുകല പിന്തുടരുന്നു. ഗോറി സാമ്രാജ്യത്തിന്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഗോറികളുടെ അടിമയായിരുന്ന സുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്ക് ഈ ഗോപുരം നിർമ്മിച്ചത്. കുത്തുബ് മിനാറിന്റെ രീതിയിൽ 8 കോണുകളും 8 ചാപങ്ങളുടെയും രീതിയിലുള്ള അസ്ഥിവാര വാസ്തുശൈലിയുടെ മാതൃകകൾ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും കാണാൻ സാധിക്കും. ഈ ശൈലിയുടെ ഒരു ആദ്യകാല ഉദാഹരണം ഇറാനിലെ സിസ്താനിൽ കാണാം. ഇവിടെ ഖാജ ഷിയാപുഷ് എന്ന സ്ഥലത്ത് 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇഷ്ടിക കൊണ്ടുള്ള ഒരു മിനാറിന്റെ അവശിഷ്ടം നിലനിൽക്കുന്നുണ്ട്. ഒരു മധ്യകാല ആവാസ കേന്ദ്രത്തിനുമേൽ ഉയർത്തിയിട്ടുള്ള ആ മിനാറും കുത്തുബ് മിനാറിന്റെ അതേ അസ്ഥിവാര രൂപരേഖ പങ്കുവെക്കുന്നു. ഇടിമിന്നൽ മൂലവും ഭൂകമ്പം മൂലവും ഈ മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഡൽഹി സുൽത്താൻമാരായിരുന്ന അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് തുഗ്ലക്ക്, ഫിറോസ് ഷാ തുഗ്ലക്ക്, ഇബ്രാഹിം ലോധി എന്നിവരുടെ കാലത്ത് ഈ മിനാറിന്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട്. 1326 മുഹമ്മദ് തുഗ്ലക്കിന്റെ കാലത്ത് കുത്തുബ് മിനാറിന് ഇടിമിന്നൽ ഏൽക്കുകയും അത് കേടുപാട് തീർത്തതായും പഴയകാല രേഖകളിൽ കാണുന്നു. 1368 ഉണ്ടായ ഇടിമിന്നലിൽ കേടുപാടുകൾ വന്നപ്പോൾ അത് തീർത്ത് അവിടെ മാർബിൾ പാളികൾ വെച്ചത് സുൽത്താൻ മുഹമ്മദ് തുഗ്ലക്കാണ്. സുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്ക് പണിത ആദ്യ നിലയുടെ ചുമരിൽ അറബി വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലെ 2 നിലകളിലൊഴികെ മറ്റു നിലകളെല്ലാം ചുവന്ന മണൽക്കല്ലിന്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. മുകളിലെ 2 നിലകൾ ഫിറോസ് ഷാ തുഗ്ലക്ക് വെണ്ണക്കല്ല് കൊണ്ടാണ് തീർത്തിട്ടുള്ളത്. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാരമാണ് കുത്തുബ് മിനാർ. ഇന്തോ ഇസ്ലാമിക് വാസ്തുശില്പകലകൾക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം. ദക്ഷിണ ഡൽഹിയിലെ മെഹ്റോളിയിലെ കുത്തുബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തുബ് മിനാറും ഉൾപ്പെട്ടിട്ടുണ്ട്. 72.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറുന്നതിന് 399 പടികളുണ്ട്. 5 നിലകളുള്ള ഇതിന്റെ താഴെത്തട്ടിന്റെ വ്യാസം 14.3 മീറ്ററും ഏറ്റവും മുകൾ നിലയുടെ വ്യാസം 2.75 മീറ്ററുമാണ്. ഇനി കുത്തുബ് മിനാർ നിർമ്മിച്ച ഖുതുബുദ്ദീൻ ഐബക്ക് ആരായിരുന്നുവെന്നും അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഈ മിനാരം നിർമ്മിച്ചത് എന്നും നോക്കാം. അഫ്ഗാനിസ്ഥാനിൽ കാബൂളിന് തെക്കുള്ള ഒരു പ്രദേശമാണ് ഹസ്നി. അവിടെ ലോകപ്രസിദ്ധമായൊരു മുസ്ലിം ഭരണകൂടം വളർന്നു വന്നു. അതാണ് ഹസ്നി സുൽത്താൻമാർ. അവരിൽ ഏറ്റവും പ്രസിദ്ധൻ സുൽത്താൻ മഹ്മൂദ് ഗസ്നി ആയിരുന്നു. ധീരനായ പോരാളിയും നല്ലൊരു പണ്ഡിതനും പ്രഗത്ഭനായ ഭരണാധികാരിയുമായിരുന്നു മഹ്മൂദ് ഗസ്നി. അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് ഷംസുദ്ദീൻ മുഹമ്മദ് ഗോറി, വിശാലമായ ഒരു രാജ്യത്തിന്റെ അധിപൻ. ഒരിക്കൽ ഷിഹാബുദ്ദീൻ ഗോറി അടിമച്ചന്തയിൽ നിന്ന് ഒരു കൂട്ടം അടിമകളെ വിലക്കു വാങ്ങി. ആ കൂട്ടത്തിൽ ഖുതുബുദ്ദീൻ ഐബക്ക് എന്നുപേരുള്ള ഒരു അടിമയും ഉണ്ടായിരുന്നു. കാണാൻ അഴകില്ലാത്ത അടിമ. അഴകില്ലാത്തതിനാൽ ആ അടിമയെ ഒഴിവാക്കി ബാക്കിയുള്ളവരുടെ വില കൊടുത്തു. ഇത് കണ്ടപ്പോൾ ഖുതുബുദ്ദീൻ ഐബക്ക് ഇങ്ങനെ പറഞ്ഞു: സുൽത്താൻ, അങ്ങേക്ക് വേണ്ടി ഇത്രയും അടിമകളെ വിലക്കു വാങ്ങി, അള്ളാഹുവിനു വേണ്ടി എന്നെ കൂടി വാങ്ങിയാലും. ആ വാക്കുകൾ സുൽത്താന്റെ മനസ്സിൽ തട്ടി. ഐബക്കിനെയും വില കൊടുത്തു വാങ്ങി കൊട്ടാരത്തിലെത്തി. ഐബക്കിനെ കിട്ടിയത് ഘോറിയുടെ